വികസന നേട്ടത്താൽ ഇടതുപക്ഷ സർക്കാർ മൂന്നാം തവണയും ഭരണത്തിലെത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന മധ്യമേഖലാ ജാഥയ്ക്ക് കയ്പമംഗലം മണ്ഡലത്തിലെ മതിലകം സെന്ററിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനമാർക്ക് വേണ്ടിയാണ് LDF എന്നും പറയുന്നു. വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് വികസനം എന്ന് ചോദിച്ചാൽ LDF പറയും, ഇന്നലെ ജീവിച്ചതിനേക്കാളും നല്ലവണ്ണം ജീവിക്കാനാകണം നാളെ. എല്ലാം അത്ഭുതം കാണിച്ചെന്ന് പറയുകയല്ല, പക്ഷേ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരും എന്ന് മട്ടിന് കിടക്കുന്നില്ല. നാം എല്ലാം മറന്നു പോകുന്നവരല്ല. 10 കൊല്ലം മുമ്പ് ഒരു ചോദ്യമുണ്ടായിരുന്നു, ഏതെല്ലാം സ്കൂൾ പൂട്ടിപ്പോകണമെന്ന്. അന്നത്തെ ഗവൺമെന്റ് ഒരു വലിയ പട്ടിക പുറത്തു കൊണ്ടുവന്നു. കുറേ സ്കൂളുകൾ പൂട്ടണം. എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളുകൾ ലാഭകരമല്ല, അൺഇക്കണോമിക്കാണ് പോലും. അതുകൊണ്ട് അത്തരം എല്ലാ സ്കൂളും പൂട്ടാൻ പറഞ്ഞു ആ ഗവൺമെന്റ്. നമ്മളെല്ലാം അന്ന് സമരം ചെയ്തവരാണ് പൊതുവിദ്യാലയം പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി. സമൂഹത്തിന്റെ വിവിധ മേഖലകൾക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെ മൂന്നാം തവണയും ഭരണത്തിലേറുമെന്ന് അദ്ദേഹം പറഞ്ഞു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. സ്വീകരണ യോഗത്തിൽ ജാഥ മാനേജർ M. സ്വരാജ്, ജാഥാംഗങ്ങളായ CS സുജാത, PK രാജൻ, A. ഷാജു, LDF നേതാക്കളായ KP രാജേന്ദ്രൻ, KV അബ്ദുൽ ഖാദർ, KK വത്സരാജ്, KG ശിവാനന്ദൻ, PK ചന്ദ്രശേഖരൻ, മുഹമ്മദ് ചാമക്കാല, അരുൺ മേനോൻ, KB ഹൈദ്രോസ്, TP രഘുനാഥ്, KB രാജേഷ്, KM മുസ്താഖ് അലി, KS ജയ എന്നിവർ സംസാരിച്ചു. അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു നാട്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് പോലും മത്സരിക്കാൻ കഴിയുന്ന പ്രതീക്ഷിതായുസുള്ള ഒരു നാട്, ശിശുമരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെ കീഴടക്കിയ ഒരു നാട്. എങ്ങനെയാണ് ഈ അത്ഭുതം യാഥാർത്ഥ്യമായത്? അതും ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം. ഇന്ത്യ ഇന്നും ഒരു ദരിദ്ര മൂന്നാം ലോക രാജ്യമായി, പട്ടിണിയുടെ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്ന ഇന്ത്യ. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആഗോള വിശപ്പ് സൂചിക എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ഗുരുതരമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു പട്ടിക തയ്യാറാക്കും. അതാണ് ആഗോള വിശപ്പ് സൂചിക. 123 രാജ്യങ്ങളാണ് ഇപ്പോൾ ആഗോള വിശപ്പ് സൂചികയിലുള്ളത്. 123 രാജ്യങ്ങളിൽ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ 102ാം സ്ഥാനത്താണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ നേർചിത്രം. വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളും കേന്ദ്ര ഭരണാധികാരികളും ഊതി വീർപ്പിച്ച അവകാശവാദങ്ങൾ നടത്തുമ്പോൾ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ്. 102ാം സ്ഥാനത്താണ് നാം. പട്ടിണി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കു മാത്രമാണ്, ഒരു അനുഭവമല്ല.